ഇന്ന് എനിക്ക് 34 വീക്സ് ആയിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ക്ലിനിക്കിലെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലാട്ടോ കാണിക്കുന്നത്. കുറച്ചധികം റിസർച്ചൊക്കെ നടത്തിയിട്ട് ഫൈനലി ഞങ്ങൾ ദുബായ് കിസൈസിലുള്ള ആസ്റ്റർ ഹോസ്പിറ്റലാട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായേ. ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള സൗകര്യവും അതുപോലെ മറ്റു ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇത് തന്നെ ആയിരുന്നു കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ. NMC മാറി ആസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള സകലമാന ലാബ് ടെസ്റ്റുകളുടെ റിപ്പോർട്ടും അതുപോലെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ ഹോസ്പിറ്റൽ വന്നതിൻ്റെയും അതുപോലെ തന്നെ പ്രഗ്നൻസി ആ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ ബേബീനെ കയ്യിൽ കിട്ടും എന്നുള്ളൊരു സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ തന്നെ പ്രസവിക്കണമല്ലോ എന്നുള്ളൊരു പേടി എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തെങ്കിലും ഇവിടെ ഏത് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടേ എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഫൈനലി ഞാൻ ഡോക്ടർ റബീലെ ആട്ടോ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായേ. ഡോക്ടർ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ലാസ്റ്റ് സ്കാനിങ്ങിൽ വരെ, അതായത് കഴിഞ്ഞ ആഴ്ച വരെ സെഫാലിക് പൊസിഷനിലുണ്ടായിരുന്ന ബേബി ഇപ്പോൾ തല തിരിഞ്ഞ് ബ്രീച്ച് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ പിന്നെ പൂർത്തിയായി. ആകെ ഉണ്ടായിരുന്ന കുറച്ച് ധൈര്യം കൂടെ ചോർന്നു പോയിട്ടുണ്ട്. ഡോക്ടർ പിന്നെ അങ്ങനെ പേടിപ്പിച്ചൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് വാ, അതിനുള്ള എന്തായാലും തിരിഞ്ഞോളൂ, പേടിക്കാനൊന്നും ഇല്ലയെന്ന് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ആ കിട്ടിയ ധൈര്യത്തിൽ ഞങ്ങൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ നല്ല അസല് മഴ. പിന്നെ വണ്ടി മുങ്ങണതിന് മുന്നേ എങ്ങനെയൊക്കെ ഓടിച്ചൊന്ന് വീടെത്തിയിട്ടുണ്ട്.